ഗൈസ് അപ്പോൾ വേണ്ട ഇതാണ് നമ്മൾ രാവിലെ വള്ളക്കാരയിൽ നിന്ന് പോയി മേടിച്ച കരിമീൻ കേട്ടോ. പീസ് സാമ്പാറിന് വെക്കാൻ നിറ പറ. നീ എത്താണെങ്കിൽ അത് പറ. നമുക്ക് ഒഴിക്കേണ്ട ഒരു മണിയറ. ചുട്ട മീനിന്റെ സ്മെല്ലാണടി നിനക്ക്, മീനിന്റെ സ്മെല്ലാണടി നിനക്ക്, കുളിക്കാത്ത സ്മെല്ലാണെന്നാ എനിക്ക്, കുളിക്കാത്ത സ്മെല്ലാണെന്നാ എനിക്ക്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ ഇവരുടെ സ്വന്തം അപ്പൻ. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇതമാണ് പിള്ളേരെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് സ്കൂൾ അടച്ചിരിക്കുകയാണല്ലേ. അത് നമ്മൾ തകർക്കുമല്ലേ. ഗൈസ് അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ വൈബാക്കാം. അവന്മാർ സ്കൂളിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ നാളെ തൊട്ട് എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ നമ്മുടെ അല്ലുപ്പൻ്റെ ചാനലിൽ തന്നെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പിള്ളേരെല്ലാവരും ഉണ്ട്. ഇല്ല വായിച്ചാ വിളിക്കുമല്ലോ നമ്മള്. അതെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് രാവിലെ വള്ളക്കാരയിൽ നിന്ന് പോയി നല്ല നാടൻ കരിമീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ നാടൻ കരിമീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ കരിമീനെ നമ്മൾ മുളകിട്ട് കറി വെക്കാൻ വേണ്ടി പോകണല്ലേ അമ്മേ? അല്ലേ ഓക്കെ ഗൈസ്. അപ്പം ഗൈസ് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വാരിയലിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് ട്രെൻഡിങ്ങിലൊക്കെ കയറിയായിരുന്നു. അപ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സപ്പോർട്ട് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു ലാഗ് വന്നായിരുന്നു. ഞാൻ ഗോവയിലൊക്കെ ആയിരുന്നു. ഗോവയിലെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കണ്ടേക്ക്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഗൈസ് അപ്പോൾ വേണ്ട ഇതാണ് നമ്മൾ രാവിലെ വള്ളക്കാരയിൽ നിന്ന് പോയി മേടിച്ച കരിമീൻ കേട്ടോ. അപ്പം അച്ഛൻ ഇതെങ്ങനെയാ വെട്ടണ്ടേ? ഇത് വെട്ടി ക്ലീൻ ചെയ്ത് നമുക്കൊരു മുളക് കറി വെക്കണം. ഗൈസ് അപ്പോൾ നമ്മുടെ കരിമീൻ മേടിച്ചപ്പോൾ നമ്മൾ പൊള്ളിക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് എന്നാൽ വീട്ടിൽ കുറച്ച് കപ്പ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് കരിമീൻ അങ്ങ് മുളകിട്ട് കറി വെക്കാം. നമുക്ക് കപ്പയോടെ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അടുത്ത വട്ടം നമുക്ക് പൊള്ളിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ നല്ല എമണ്ടൻ 5 നാടൻ കരിമീനുണ്ട്. അപ്പോൾ അങ്ങനെ വെട്ടിയിട്ട് ക്ലീൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 നമ്മുടെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. എന്താ നാളെ വന്നു. പേര് പറ നിങ്ങളോട് വരുന്നത് ഇതിൽ. ഓക്കെ ബഹുമാര് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കരിമീനെ കഴിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ നമ്മുടെ വേറെ 2 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ബിജിൽ, സജിഷ്ണു. ഗൈസ് അപ്പോൾ വേണ്ട ഒരാൾ ട്രോഫിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാണിച്ച് എന്ത് കിട്ടിയാണിത്? ഗായകനല്ലേ സ്കൂളിലെ? കൊള്ളാം. ഓ ഉടുപ്പ് ഇടുന്നോ? ആണോ? ഇവിടെ ഇന്ന് കരിമീൻ കറി വെക്കാൻ പോകും. വരുന്നില്ലേ? എന്നാ പെട്ടെന്ന് പോയിട്ടോ. ട്രോഫിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഓടിയോ. ഗൈസ് അപ്പം എല്ലാവരും ഭയങ്കര പവറിലാണ്. ഗൈസ് അപ്പം നമ്മുടെ മീനൊക്കെ നമ്മൾ വെട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാചകത്തിലേക്ക് കിടക്കാം. അതെ ഗൈസ് അപ്പം നമ്മൾ നാടൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നാടൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാടൻ പച്ചെണ്ണ. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ കടുക് ഇട്ടോ. ഗൈസ് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ ഉലുവ ഇടാനാണ് പോകുന്നത്. ഗൈസ് അപ്പോൾ നമ്മുടെ കടുക് കണ്ട അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട്. നാടൻ ഉലുവ, നാടൻ വെളുത്തുള്ളി, നാടൻ വെളുത്തുള്ളി. അതെ നാടൻ ഇഞ്ചി. ഗൈസ് അപ്പോൾ നമ്മൾ നാടൻ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആഹാ
ഗൈസ് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതായിട്ട് മൂത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കരിയാപ്പല ഇട്ട് കൊടുക്കാം അല്ലേ? നാടൻ കരിയാപ്പല. ഗൈസ് അപ്പോൾ ഇവന്മാര് ഭയങ്കര സന്തോഷത്തിലാകട്ടെ. എന്താ പറയുക, സ്കൂൾ അടക്കുന്നത് ഇവന്മാർ സന്തോഷം കൊണ്ട് പിച്ചും പേരൊക്കെ ഇവിടെ പറയുന്നു ഇവിടെ. ഗൈസ് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പരിപാടി? അടുത്ത മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗൈസ് അപ്പോൾ അടുത്ത ഇനി മുളക് പൊടി, നാടൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഗൈസ് അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി അടുത്ത ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഗൈസ് അപ്പോൾ നമ്മുടെ ഗ്രേവി ഒക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു. ഓ നല്ല അടിപൊളി ഗ്രേവി ഗൈസ്. അപ്പോൾ ഇനി നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ അമ്മേ? നാടൻ പച്ചവെള്ളം. നാടൻ കെന്റീനെടുത്ത വെള്ളം. നാടൻ കെന്റീനല്ലേ എടുക്കുന്ന വെള്ളം. എന്തിനീ പറയുന്നത്? ഗൈസ് അപ്പോൾ നമ്മുടെ ഗ്രേവി ഒക്കെ ഇവിടെ സെറ്റ് ആയിക്കോട്ടെ മീൻകറിയുടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം അല്ലേ ചാ? അതെ. ഗൈസ് അപ്പോൾ വേണ്ട നമ്മുടെ മീനിന്റെ ഗ്രേവി ഒക്കെ അടിപൊളിയായിട്ട് തിളച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ നാടൻ കരിമീനെ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. ഓക്കെ? ഓ ഗൈസ് അപ്പോൾ നമ്മുടെ കരിമീനാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കരിമീൻ ഒന്ന് വേഗട്ടെ. എത്ര നേരം എടുക്കും അമ്മേ? ഓക്കെ. ഗൈസ് അപ്പോൾ നമ്മുടെ കരിമീനൊക്കെ നമ്മൾ അങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ തീരുന്ന അങ്ങോട്ട് വെന്തോണ്ടിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് നാടൻ കപ്പ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാടൻ കപ്പയും നല്ല നാടൻ കരിമീനുണ്ടെന്ന് ഒരു പിടി അങ്ങോട്ട് പിടിക്കണ്ടേ ഗൈസ്? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മീൻ കറി വെച്ചേക്കുന്ന സാധാരണ നമ്മൾ മീൻ കറി വെക്കുന്ന പോലൊക്കെ തന്നെ, വേറെ സ്പെഷ്യലായിട്ട് കൂട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ മേ? ഇല്ല. ഇങ്ങനെ വെക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ ഇല്ലേ? അതെ. അപ്പോൾ നമ്മുടെ മീൻ എന്തായാലും ഒന്ന് സെറ്റ് ആകട്ടെ. അപ്പോൾ നമ്മുടെ ഗോകുല് പറഞ്ഞു, ഗോകുലൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ പാട്ടും പിന്നെ വിത്ത് ബീറ്റ് ബോക്സും അല്ലേ? ബീറ്റ് ബോക്സും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ അഭിഷേകാണ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് വാഗുണ്ട്. ഓക്കെ. സാമ്പാറ് കൂട്ടിച്ചോറ് വേണോ, മീൻകറി കൂട്ടി പുട്ട് വേണോ, പുട്ടും വേണ്ട ചോറും വേണ്ട ബിരിയാണി മതി എണ്ണ, ഉണക്കമീനും മോരും കൂട്ടി പഴഞ്ചോറ് മതി എണ്ണ, ഉണക്കമീൻ തരണം ശാന്തേ തലയിലും തരണേ ശാന്തേ, ചുട്ട മീനിന്റെ സ്മെല്ലാണെടി നിനക്ക്, മീനിന്റെ സ്മെല്ലാണെടി നിനക്ക്, കുളിക്കാത്ത സ്മെല്ലാണെന്നാ എനിക്ക്, കുളിക്കാത്ത സ്മെല്ലാണെന്നാ എനിക്ക്, ഓരോ റൂമിൽ പോവാൻ ശാന്ത ഇല്ലെണ്ണ 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 ഇല്ലെണ്ണ, ഡുക്കു ബൈക്കിൽ പോവാൻ ശാന്ത ഇല്ലെണ്ണ ഇല്ലെണ്ണ ഇല്ലെണ്ണ, സിയോ കാറിൽ പോവാൻ ശാന്ത ഇല്ലെണ്ണ, PSC എഴുതി വാങ്ങി ഗവൺമെന്റ് ജോലി ഉണ്ട് ശാന്തി, കാറിൽ പോവാടാ ഓയോ പോവാടാ, ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടണ്ണ. പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ കമന്റ് ചെയ്യണം. ഗൈസ് അപ്പോൾ നമ്മുടെ കരിമീനാണ് നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് വരട്ടെ കേട്ടോ, വെന്ത് വരട്ടെ അല്ലേ? ഗൈസ് അപ്പോൾ അടുപ്പം തുറന്നു നോക്കാം. ഓ ഗൈസ് അപ്പോൾ നമ്മുടെ മീനൊക്കെ അങ്ങോട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അടിപൊളി മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അച്ഛാ കുരുമുളക് ചേർക്കണം. കുരുമുളക് ചേർക്കണം. ഓക്കെ ഗൈസ് അപ്പോൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോയതല്ല, അത് കുറച്ച് കഴിഞ്ഞ് ചേർക്കത്തുള്ളൂ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെ മീൻ വേണ്ട അങ്ങോട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ എൻ്റെ മോനെ. ഗൈസ് അപ്പോൾ വേണ്ട നമ്മുടെ മീൻ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ കുറേ സമയമായി കേട്ടോ. പക്ഷേ തുറന്നു വെച്ചാ തുറന്നു. ഓ സെറ്റ്. അപ്പോൾ ഗൈസ് അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ ഏകദേശം അല്ല റെഡി ആയിട്ടുണ്ടല്ലേ അമ്മേ? ഇങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ടെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ നമുക്ക് നാടൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലേ സാർ? കേട്ടോ. ഓ സെറ്റ്. ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ നിധിയും കിംബോയും എത്തിയിട്ടുണ്ട്. മണം അടിച്ചെത്തി കേട്ടോ. പ്രതീക്ഷിതമായിട്ട് എത്തിയതാ. ഇനി ഇപ്പൊ കഴിച്ചിട്ടേ വന്നുള്ളൂ. ഞാൻ പേടിച്ച് രണ്ടിടം വന്നപ്പോൾ. ഇത് സ്റ്റൈലടാ, അന്നത്തെ സ്റ്റൈലേ. എനിക്കറിയാൻ പറ്റും കൈ വയ്യ എന്താണ്? ഒന്നുമില്ലാണ്
ഗൈസ് അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ? ടേസ്റ്റ് ചെയ്യണ്ടേ? ഗൈസ് അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മാറ്റാം, നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. പൂവേ തെങ്കാശി പൂവേ മച്ചാനെ വാങ്കടി വായോ വായോ നീയം അപ്പൊ ഗൈസ് അപ്പോൾ ഒരു പിക്കപ്പ് ലൈൻസ് പറയാൻ പറ്റും. ഒരു പിക്കപ്പ് ലൈൻസ് പറയാൻ പറ്റും. ആ സാമ്പാറിന് വെക്കാൻ നിറ പറ, നീ എസ്സാണ് അത് പറ, നമുക്ക് ഒഴിക്കണ്ട ഒരു മണിയറ. മനസ്സിലാക്കി എടുക്കണം ചിലര്. നമ്മുടെ കപ്പയൊക്കെ നമ്മളോട് നേരത്തെ കൊണ്ടിട്ടുണ്ട്. നമ്മുടെ മീനെ ഇങ്ങോട്ട് അടുത്തോണ്ട് വെച്ചാൽ കൊണ്ടുവന്ന് അടുത്തത് ഗൈസ് അപ്പോൾ നമ്മുടെ കരിമീനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ കപ്പയും മീൻ കറിയൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കഴിച്ചാലോ? അറ്റാക്ക് കണ്ടോ? പെരുക്ക് പെരുക്ക് കഴിയണോ? കഴിയണോ? കഴി 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 കഴി. എനിക്കൊരു മൂല വല്ലതും വെച്ചാൽ മതി. നിങ്ങൾ കഴിക്കാനുള്ള ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കഴിക്ക്, ആവശ്യം പോലെ കഴിക്ക്. ഇങ്ങോട്ട് പറയാം. ആ അടി അടി ഇഷ്ടപ്പെടില്ല അതിന്. വാവ് 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 ഇങ്ങോട്ട് പിള്ളേ. വാവ് ഇങ്ങോട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിയമ്മേ. കഴിച്ചപ്പോ ഒരിക്കലും മീൻ കഴിച്ചിട്ടില്ല. ഇങ്ങനെ മീൻ കഴിക്കാത്തൊരു തന്നെ കേട്ടോ. മീൻ ഇറച്ചൊന്നും കൂട്ടത്തില്ല. വെജിറ്റബിളും കൂട്ടത്തില്ല. അതാ മീൻ ചമ്മന്തിയാണോ? കഴിച്ചാ നാളെ കരിമീൻ നട്ടാ അവിടെ കപ്പ കൂട്ടി ഒരു പിടി. പ്രമാദം അത്രേ ഉള്ളു. അമ്മ എന്നാ അമ്മ എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞാനിന്ന് കഴിച്ചു നോക്കട്ടെ. വെട്ടം കൊടുത്ത മണി ഇങ്ങോട്ട്. ഗൈസ് അപ്പോൾ കണ്ട് എല്ലാവരും കഴിച്ചിട്ട് അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ വായി വെള്ളം വന്നിട്ട് വയ്യ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വേണ്ടേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ കപ്പയും ആ മീനിൻ്റെ മണ്ടക്കുള്ള ആ ഗ്രേവി എല്ലാം കൂടെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ? ഓ വേണ്ട പീസുണ്ട പീസ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ട്? അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മീനാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഹലോ ഓ വെട്ടുന്നു. വെട്ടിപ്പിടിക്കുക വെട്ടിപ്പിടിക്കുക. കഴിച്ചപ്പോൾ നമ്മുടെ കച്ചമ്പർദാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കൊക്കെ ഉള്ള ആളാണ് കേട്ടോ. വേണ്ട എല്ലാം തീർന്നപ്പോഴാണ് പുള്ളി വന്നത്. നീ എന്താ ഇവിടെ കാണാത്തെന്നുള്ള കാര്യം പറ. ആ ഗൈസ് അപ്പോൾ നമ്മുടെ കച്ചമ്പറൊക്കെ ആണെങ്കിൽ വീട് പണിയുടെ ആവശ്യത്തിനായിട്ട് സ്ഥലം മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ കച്ചമ്പറൊക്കെ വീട് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ അല്ല വീട് വെക്കുന്നത്, കുറച്ച് ദൂരെയാണ്. അപ്പം വീട് വെക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, നോക്കാൻ വേണ്ടി അല്ലേ. അതാണ് പുള്ളി ഇവിടെ കാണാത്തത്. ഇവിടെ അടുത്തായിരുന്നെങ്കിൽ എങ്ങനെയല്ലേ പോയിക്കൊണ്ടുവരായിരുന്നു. ഇവിടെ അങ്ങ് പോകണം. ഓക്കെ ഓക്കെ അതിൻ്റെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയത് പുള്ളി. അതിൻ്റെ കൂട്ടത്തിൽ കെയറിങ് മോശത്തമ്പയാണ് കണ്ടോ. വെട്ടിയാറേ ഉമ്മാരി. ഞാനൊക്കെ എപ്പോഴേ വീഴ് വെച്ച് കണ്ടോ. ഓ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? പൊളിയായിരുന്നു. 1.5 പിടിയായിരുന്നു.
ഒന്ന് പുറത്തുപെടാ. ഒന്നൊന്നര പിടിയായിരുന്നു. അതെ, ഒന്നൊന്നര സാരമായിരുന്നു. ഒന്നൊന്നര സാധനം. അതെ കേസ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കരിമീൻ കറി വെക്കുന്നതും ഞാൻ കരിമീൻ കറി വെച്ച് കഴിക്കുന്നതും. ഫ്രൈ കഴിച്ചിട്ടുണ്ട്. അപ്പം അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കപ്പയോടെ വേറെ ലെവല്. കപ്പയോടെ ഏത് മീൻ കറി കഴിച്ചാലും അടിപൊളിയാണ് അല്ലേ? അതെ അതെ കേസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്